നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മെൻസ്ട്രുവൽ കപ്പിനെ പറ്റിയാണ്. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ എല്ലാവരും തന്നെ കേട്ട് കാണും ഈ മെൻസ്ട്രുവൽ കപ്പ് എന്നുള്ള ഉപകരണത്തെപ്പറ്റി. എന്താണ് മെൻസ്ട്രുവൽ കപ്പ്? നമ്മൾ എന്തുകൊണ്ടാണ് മെൻസ്ട്രുവൽ കപ്പിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത്? മാസാമാസം വരുന്ന ഈ 4, 5 അല്ലെങ്കിൽ 7 ദിവസം വരെ നീണ്ടു പോകാവുന്ന രക്തസ്രാവം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ, സ്ത്രീയുടെ ജീവിതത്തിലെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. വളരെ കരുതലോടുകൂടി നടക്കേണ്ട 4-5 ദിവസമാണ് എല്ലാ മാസവും കൃത്യമായിട്ട് വരുന്ന മാസമുറ. ഒരു സാധാരണ രക്തസ്രാവമുള്ള സ്ത്രീക്ക് അത് ഒരു കൂട്ടത്തിലൊരു കാര്യമായിട്ട് തന്നെ പോവും. പക്ഷേ പല സ്ത്രീകൾക്കും അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയും അവർ അതിനു വേണ്ട കരുതലുകൾ എടുക്കേണ്ടിയും വരുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും, സാധാരണ രക്തസ്രാവമാണെങ്കിലും അധികമായ രക്തസ്രാവമാണെങ്കിലും അത് നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് നേരിടുന്നത്? പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ തുണികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കട്ടിക്കുള്ള തുണി വെട്ടിയെടുത്ത്, അത് കഴിയുന്നതും മൃദുലതയുള്ള തുണികൾ തന്നെ വെട്ടിയെടുത്ത് നമ്മളത് മടക്കി നമ്മളുടെ പാൻറ്റീസുകളിൽ വെച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് അത് വളരെയധികം കഷ്ടമുണ്ടാക്കിയിരുന്നു എന്ന് തന്നെ പറയാം. കാര്യം ഓരോ പ്രാവശ്യവും ഈ രക്തക്കറ പറ്റി ഉണങ്ങിയ തുണികൾ കഴുകണം, അത് ഉണക്കണം, പിന്നെ അത് മടക്കി വയ്ക്കണം, അതിൻ്റേതായൊരു ദുർഗന്ധം, ഇതെല്ലാം അന്ന് നമ്മൾ സഹിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇത് വെയിലത്തിട്ട് ഉണക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നാണക്കേട് കാരണം കാറ്റും വെളിച്ചവും കയറാത്ത ഏതെങ്കിലും മുറിയിലിട്ടാണ് നമ്മളിത് ഉണക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല അണുവിമുക്തമാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സൂര്യപ്രകാശം തന്നെയാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാഡുകളിലേക്ക് വന്നു. പണ്ട് നാട്ടിൻപുറത്ത് എല്ലാവരും തുണികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നാട്ടിൻപുറത്ത് പാഡുകൾ ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഇല്ല തന്നെ. അപ്പോൾ ഈ പാഡുകൾ എന്ന് പറയുന്നത് അതിന് ഒരു കെമിക്കൽ ആവരണം കൂടിയുണ്ട്. അപ്പോൾ ഒരു ഈർപ്പം വലിച്ചെടുക്കാനുള്ളൊരു കെമിക്കൽ കോട്ടിങ്ങും കൂടെ ഈ പാഡുകളിലുണ്ട്. അപ്പോൾ നമ്മളിത് ചിലപ്പോൾ ചെറിയ പാഡുകൾ, സാധാരണ നിറത്തിലുള്ള, സാധാരണ സൈസിലുള്ള പാഡുകൾ, അല്ലെങ്കിൽ വലിയ പാഡുകൾ, എക്സ്ട്രാ ലാർജ് എന്ന് പറയും. ഇതൊക്കെയാണ് നമുക്കിന്ന് കമ്പോളത്തിൽ സുലഭമായിട്ടുള്ളത്. അപ്പോൾ ഒരാളുടെ രക്തസ്രാവത്തിൻ്റെ അളവനുസരിച്ച് ചിലപ്പോൾ 2 കൊച്ചു പാഡുകൾ ഒന്നിച്ചു വെച്ചു എന്ന് വരാം, അല്ലെങ്കിൽ വലിയൊരു പാഡ് വെച്ചെന്നറിയാം. വലിയ 2 പാഡുകൾ വരെ നമ്മളുടെ പാൻറ്റീസിൽ വെച്ചിട്ട് നടക്കേണ്ട ഗതികേട് സ്ത്രീകൾക്കുണ്ടാകാറുണ്ട്. എന്താണ് ഈ പാഡിൻ്റെ ഒരു പ്രയാസം? പാഡ് വളരെ വൃത്തിയുള്ള ഒരു സാധനം തന്നെയാണ്. സാധാരണഗതിയിൽ അതുകൊണ്ട് അണുബാധയൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് പാഡ് അല്ലാതെ വേറെന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത്? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 2 കാലുകളുടെ ഇടയിലായിട്ട് നമ്മളുടെ പാൻറ്റീസിലാണ് അത് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടി കൂടുന്നതിനനുസരിച്ച് നമുക്ക് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ആ പാഡുകൾ തൊലിയിൽ ഉരഞ്ഞ്, വെറും പാഡല്ല, രക്തം കൊണ്ട് ഈർപ്പമായിരിക്കുന്ന പാഡുകൾ തൊലിയിൽ ഉരഞ്ഞ് തൊലിയിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകാം. ആ മുറിവുകൾ വഴി ഫംഗസ്, ബാക്ടീരിയ ഇതൊക്കെ കയറിയിട്ട് നമുക്ക് ചൊറിച്ചിൽ, പുകച്ചിൽ ഇതൊക്കെ തന്നെ ഉണ്ടാകാം. പിന്നെ അത് എടുത്ത് കളയുന്ന പ്രയാസമോ? ഓരോ കുട്ടികളുടെ കാര്യത്തിലാണ് ഇത് ഏറ്റവും വലിയ പ്രയാസം. ചെറിയ പെൺകുട്ടികൾ, സ്കൂളിൽ പോകുന്ന കൗമാരപ്രായക്കാർക്ക് ഇത് സ്കൂളിൽ ചെന്ന് എടുത്ത് കളയാൻ ഒരു പ്രൈവസി പലപ്പോഴും കാണാറില്ല. എല്ലാവരും ഉപയോഗിക്കുന്ന ബാത്റൂമാണ്. അപ്പോൾ അതിൽ പേപ്പറും കൊണ്ട് പോകണം, പകരം വയ്ക്കാൻ പാഡും കൊണ്ട് പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടോർത്ത് അവർ സാധാരണ ചെയ്യുന്നത് ഒന്നുകിൽ ഫ്ലഷിലങ്ങിടും, അല്ലെങ്കിൽ തുറന്ന് തന്നെ അവിടെ വെച്ചിരിക്കുന്ന ബക്കറ്റിലിടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർക്കാമല്ലോ. രക്തത്തിൽ കലർന്ന രക്തം കൊണ്ട് നനഞ്ഞ ഒരു തുണി കുറച്ച് നേരം കിടന്നാൽ എന്ത് സംഭവിക്കുമെന്ന്? ദുർഗന്ധം വരും, അതിനകത്ത് അണുക്കളൊക്കെ വന്നുകൂടും, ഈച്ചയും കൊതുകും ഒക്കെ വരും. അന്തരീക്ഷ മലിനീകരണത്തിന് ഒരു നല്ല സ്രോതസ്സാണിത്. പിന്നെ മാസാമാസം എത്ര പണച്ചെലവാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാഡ് ഒരു മിനിമം
ഒരു 15 പാഡെങ്കിലും ഒരു സ്ത്രീ ഒരു മാസക്കുളിക്കാലത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ള പൈസ ചെലവും വളരെ അധികമാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാമോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഇതിന് ഒരു പരിഹാരമാണ് മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്നത്. ഈ മെൻസ്ട്രുവൽ കപ്പ് ഒരു സിലിക്കൺ പോലെയുള്ള ഒരു വസ്തു വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ആകൃതി തന്നെ നമ്മളുടെ യോനിയിൽ കയറി പോകാവുന്ന വിധത്തിലുള്ള, കയറ്റി വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ഉപകരണമാണ്. ഒരു കപ്പ് തന്നെയാണത്, ഒരു ചെറിയ കോണിക്കൽ കപ്പാണത്. ആ കപ്പിൻ്റെ അത് ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുവിൻ്റെ ഗുണം കൊണ്ട് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മടക്കാവുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ സ്ത്രീകൾ, കുട്ടികൾ എല്ലാം ഇത് പെട്ടെന്ന് എങ്ങനെയാണ് യോനിഭാഗത്തേക്ക് വെക്കേണ്ടത് എന്ന് പഠിക്കും. 1-2 പ്രാവശ്യം മടക്കിയിട്ട് 2 വിരലുകൾ കൊണ്ട് യോനിഭാഗത്തിലേക്ക് കടത്തിയിട്ട് അതിൻ്റെ അറ്റം വരെ ഈ കപ്പ് കൊണ്ടുപോവുക. എന്നിട്ട് ഈ മടക്ക് കൈയെടുത്ത് മാറ്റുമ്പോഴത്തേക്ക് മടക്ക് തന്നെ നിവർന്നോളും. ആ നിവർന്നിട്ട് അത് സെർവിക്സിൽ നിന്നാണല്ലോ ഗർഭാശയത്തിൽ നിന്ന് രക്തം വരുന്നത്. അപ്പോൾ ആ സെർവിക്സിൽ പറ്റിപ്പിടിച്ച് ഇരുന്നു കൊള്ളും. പല രീതിയിലുള്ള കപ്പുണ്ട്, സ്മോള്, മീഡിയം, ലാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് 30 ml, 40 ml, 60 ml ഒക്കെ ബ്ലഡ് കൊള്ളുന്ന കപ്പുകളാണുള്ളത്. അപ്പോൾ അവനവൻ്റെ ആവശ്യമനുസരിച്ച് സൈസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കപ്പ് സാധാരണഗതിയിൽ 6 മണിക്കൂർ വരെ, 6 തൊട്ട് 7 മണിക്കൂർ വരെ നിറഞ്ഞ് കവിയാതെ ഇരുന്നുകൊള്ളും. പിന്നെ ബാത്റൂമിൽ പോയാലോ നമുക്കിതിന് ഗോപ്യതയുടെ പ്രശ്നമൊന്നുമില്ല. കഥ അടച്ചു കഴിഞ്ഞാൽ കപ്പെടുക്കുക, അതിലുള്ള ബ്ലഡ് ആ വാഷ് ബേസിനിലേക്ക് ഒഴിക്കുക, സാധാരണ വെള്ളം വെച്ച് കഴുകുക, തിരിച്ച് വയ്ക്കുക. ഒരു മാസത്തെ ഉപയോഗം കഴിഞ്ഞാൽ നല്ലപോലെ അത് വൃത്തിയാക്കാനുള്ള രീതിയും അതിനകത്തുണ്ട്. നല്ലപോലെ സോപ്പ് വെച്ച് കഴുകി അത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഉണക്കി നമ്മൾ സൂക്ഷിക്കുക. ഒരു കപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 3-4 വർഷം ആ കപ്പ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു 400 രൂപ തുടങ്ങി 2000-3000 രൂപ വരെ വിലയുള്ള കപ്പുകളുണ്ട്. പക്ഷേ ഒരു 4 വർഷത്തേക്കാണ് നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഓർക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ലാഭകരം തന്നെയാണ്. മാത്രവുമല്ല, ഇതിനകത്തൊരു അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പ്രശ്നമില്ല. ഇതെങ്ങനെ കളയണം എന്നോർത്ത് നമ്മൾ നടക്കണ്ട. പിന്നെ നമ്മൾ ഈ പാഡ് വെച്ചുകൊണ്ട് നടക്കുന്ന ബുദ്ധിമുട്ടുകളില്ല. ഇത് കപ്പ് വെച്ചുകൊണ്ട് ഓടുകയോ ചാടുകയോ ഈവൻ നീന്തുകയോ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ ഒരു വൃത്തികേടെന്നൊരു ഫീലിങ്ങും ഇല്ല. മാത്രവുമല്ല, ആ തൊലി ആ 2 കാലിൻ്റെയും ഇടയ്ക്കുള്ള തൊലി നനയാത്തത് കൊണ്ട്, മറ്റേ പാഡ് വയ്ക്കുമ്പോൾ രക്തവും കൊണ്ട് നനഞ്ഞ് ഈർപ്പം പറ്റി തൊലി പൊട്ടുകയും അണുബാധ ഉണ്ടാകുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് അവിടെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് അണുബാധ ഉണ്ടാവുകയുമില്ല, തൊലിപ്പുറത്തുള്ള അസ്വസ്ഥതകളുമില്ല. കല്യാണം കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാമോ എന്നൊരു ചോദ്യം വരും. ധാരാളം പെൺകുട്ടികൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, അണുബാധയുടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതുമില്ല. അപ്പോൾ മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാസക്കുളിയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശാശ്വത പരിഹാരമാണ്. അത് പതുക്കെ എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങുക. അവനവൻ്റെ ജീവിതം കുറച്ചും കൂടെ സന്തുഷ്ടകരമാക്കുക. നന്ദി, നമസ്കാരം.